അൽഹംദുലില്ലാഹ് അല്ലാഹുറെ തൗഫീഖ് കൊണ്ടുത്തു. ഇന്നലെ ദുൽഹിജ്ജ തിങ്കളു മാത കണ്ടെത്ത് ദുൽഹിജ്ജ ഒന്നാമത്തെ നാളിലെ തിക്കറ് നങ്ങിപ്പുല്ലി ദുൽഹിജ്ജ ഒന്നാമത്തെ പത്തരെ ശ്രേഷ്ഠത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാ ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. ഭയങ്കര പോരിഷയുള്ള ഭയങ്കര ശ്രേഷ്ഠത്തെ ഉള്ള നാളെ തിക്കറ് ദുൽഹിജ്ജ ഒന്നാമത്തെ പത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമുൽ അശ്ർ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് എല്ലാത്തക്കാണ് യാറ ഇഷ്ടപ്പെട്ട അമല് ഈ ദുൽഹിജ്ജ തിങ്കളുടെ ഒന്നാമത്തെ പത്തില് ആക്കരുതായ അമലൈ തിക്കറി ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. സഹാബിരൻ കേട്ടാർ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ആക്കരുത് സമയത്ത് അതിരാണ്ട കീല അതിരക്കാണ് കൊറോടിയ അള്ളാഹു ആ ദുൽഹിജ്ജ തിങ്കളുടെ ഒന്നാമത്തെ പത്തിലാക്കരുത് യാറ ഇഷ്ടമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുற വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ആക്കരുത് സമയത്ത അതിരക്കാണ് ചെറിയേറ്റിക്കർ. ദുൽഹിജ്ജ ഒന്നാമത്തെ പത്തിലാക്കര അമൽറക്കാണ് ചെറിയേറ്റിക്കർ. അള്ളാഹുരുടെ മാർഗത്തിൽ ജിഹാദ് ആക്കരുത് സമയത്ത. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈ. അതിന്റെ ഒരാളെ വിട്ടിട്ടു അവനു അള്ളാഹുരുടെ മാർഗത്തിൽ ജിഹാദ് ആക്കു പോണ്ട, സ്വന്ത തടിരും അവന്റെ സമ്പത്തിനെ എടുത്തു പോണ്ട, മാത്രം അവൻ പിന്നെന്താവില്ല റിട്ടേൺ പണ്ടില്ല, അവನು ഷഹീദാവുറ. അവന്റെ വിട്ടിട്ടു വേറെ ഏതെല്ലാം അമലുണ്ട അതെല്ലാം ഈ ദുൽഹിജ്ജ തിങ്കളാക്കറ് അമൽറക്കാണ് കൊറുടി. അത് ചെറിയതൈ ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടു. അപ്പൊ ഈ ദുൽഹിജ്ജ തിങ്കളിൽ ഒന്നാമത്തെ നാള് ഞങ്ങൾ എൻട്രായിര ഇനിയുള്ള 10 നാള് ആയത്തര പരിശ്രമാക്കിയിട്ട് അള്ളാഹുരുടെ മാർഗത്തില് യാറ അമലു സ്വാലിഹത്താക്കി തീർക്കുകൂ, ഇബാദത്താക്കി തീർക്കുകൂ. ഞങ്ങൾ എന്താക്കണു ശ്രദ്ധിക്കണു ചൊന്തൈ തിക്കറ്. ഒന്നാമത്തെ ഈ ഒരു വിഷയത്തില് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഒന്നാമത്തേത് ഞാൻ നിങ്ങൾക്ക് നെനപ്പാക്കുക ഉദ്ദേശിക്കറേ. ഞാൻ ദുൽഹിജ്ജ തിങ്കളുടെ ശ്രേഷ്ഠത്തെ യാറെ വിവരിക്കാണ്ട് ഞങ്ങളെ ഇന്നത്തെ ടോപ്പിക് വിഷയത്തിൽ ചർച്ചാക്കുക എത്തിക്കർ ഉദ്ദേശിക്കർ. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമറോ ജീവന ചരിത്രത്തെ മൂന്നാമത്തെ ഭാഗം എത്തിക്കറ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്. കഴിഞ്ഞ 2 ക്ലാസ്സിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമറോ ജീവനത്തെ കൊറിയ ഭാഗ ഞങ്ങൾ മനസ്സിലാക്കിയ ത്യാഗപൂർണമായ പ്രബോധന, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കിട്ടിയതായ കൊറിയ പരീക്ഷണ ഞങ്ങൾ മനസ്സിലാക്കിട്ടേ. ഹാജറ ബീബിരും അതേപോലെ 3 ഇസ്മായിൽ നബിരും മക്കത്തുക്ക് മറുഭൂമിയിൽ കൊമ്പൈത്തു ബുടണു ചൊല്ല് ആ ഒരു കൽപ്പന വന്നപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ദാൽച്ചനാക്കാണ്ട് അള്ളാഹുരെ കൽപ്പനക്ക് ബഗ്ഗിത്ത് സറണ്ടർ ആയിട്ട് അള്ളാഹു എന്ത്ര ചൊല്ற അതുപോലെ ആക്കിയത് ഞങ്ങ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതേപോലത്തെ ഒരു പരീക്ഷണ എത്തിക്കറ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് പിന്നൊരു വലിയൊരു പരീക്ഷണ ಬಂದ್ರೆ ഇസ്മായിൽ നബി 3 ഇസ്മായിൽ നബിരെ അർക്കണു ചൊല്ற പരീക്ഷണ. അത് ഭയങ്കര വലിയ ഒരു പരീക്ഷണ എത്തിത്ത് ചൊല്றது ഞങ്ങൾക്ക് പിടിയുള്ളതായ ഒരു ചരിത്രം എത്തിക്കറ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 6 ഖലീലുല്ലാഹ് അള്ളാഹുരെ ചങ്ങായി എത്തിക്കർ അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബ്ഹാനഹു തആല ഖലീലായിട്ട് സ്വീകരിച്ചത്. അപ്പൊ ഒരാളുടെ അള്ളാഹു സുബ്ഹാനഹു തആല ഖലീലായിട്ട് സ്വീകരിച്ചെങ്കിൽ പിന്നെ അങ്ക് വേറെ ഖലീലായിട്ട് സ്വീകരിക്കുകയില്ല, ദുനിയാവിൽ വേറെ ഒരു ഖലീലില് സ്വീകരിക്കുകയില്ല. അള്ളാഹുരെ ഖലീൽ ചൊല്றது വലിയ ഒരു സ്ഥാനത്തേക്ക്. അപ്പൊ അങ്ങെന്താക്കണം അള്ളാഹുരെ മേ ഖലീലായിട്ട് സ്വീകരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു ഖലീലായിട്ട് സ്വീകരിച്ച സബലു ഇബ്രാഹിം നബിക്ക് വേറെ ഒരു ഖലീലായിട്ട് സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായിട്ട് സ്വീകരിച്ച സബലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിലുള്ള വേറെ ഖലീലായിട്ട് സ്വീകരിക്കുകയില്ല. അത് കൈത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാസ്റ്റ് കാലഘട്ടത്തിൽ ചൊന്ന ഒരു പൽക്കുണ്ടെന്തേ, ലൗ കുന്തു മുത്തഖിദൻ മിൻ അഹ്ലിൽ അർളി ഖലീല, ദുനിയാവിൽ ഒരാളെ ഞാൻ ഖലീലായിട്ട് സ്വീകരിக்கிறേണ്ടായെങ്കിൽ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല, അബൂബക്കർ റളിയല്ലാഹുവിനോട് ഞാൻ ഖലീലായിട്ട് സ്വീകരിക്കാത്ത ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്றது കാണും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഖലീലായിട്ട് സ്വീകരിച്ചാൽ പിന്നെ ദുനിയാവിലുള്ള വേറെ ഖലീലായിട്ട് സ്വീകരിക്കുക അങ്ക് ഇല്ല, അവകാശം ഇല്ല. അപ്പൊ അങ്ങനെ അത്ര വലിയ സ്ഥാനം കിട്ടിയ ഒരാളെ എത്തിക്കാറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഒരു സ്വന്തം മോണ്ട് കിട്ടിയപ്പ ആ മോണ്ടൊട്ടിಗೆ കാട്ടുற ಹುಬ್ಬು ನಂದೊಟ್ಟಿಗೆ ಕಾಟ್ರ ಕಾಣ ಯಾರುಂಡಾ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲಗೆ ಪರೀಕ್ಷಿಕ್ಕೋಗಬೇಣಿಂತು, ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲಗೆ ಟೆಸ್ಟ್ ಹಾಕೋಗಬೇಣಿಂತು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ
ഇബ്രാഹിം നബി ഖലീലായിട്ട് സ്വീകരിച്ചത്. അപ്പൊ ഇബ്രാഹിം നബി അള്ളാഹുരെ ഖലീലായിട്ട് സ്വീകരിച്ചത്. ഇനി ദുനിയാവുരെ ಬೇರೆ ഏതെങ്കിലും ഒരു ഇഷ്ട ഹൊബ്ബു, അതായത് സ്വന്തം മോണ്ടൊട്ടിക എത്രമാ വർഷത്തിൽ പിന്നെ കിട്ടിയ ഒരു കിടാവൈത്തിക്കര് ഇസ്മായിൽ നബി. അപ്പൊ അങ്ങനെ ആവുമ്പത്തുകു ഇസ്മായിൽ നബിയൊട്ടിക നണ്ടുട്ടിക കാട്ട കാണ ഹുബുണ്ട, നണ്ടുട്ടി കാട്ട കാണ പിർസ ഉണ്ടാ ചൊല്ലൊരു ടെസ്റ്റ് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിക്ക് അങ്ങനെ ഒരു ടെസ്റ്റ് ആക്കുക വേണിന്ത്. അത് കൈത്തിക്കര് അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിരെ ഒരു കിനാവുര മുഖാന്തര ഇസ്മായിൽ നബിരെ അറക്കണു, മോണ്ടെ അറക്കണു ചൊല്ലൊരു ആ ഒരു കൽപ്പന പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വാഭാവികമായിട്ട് ഹാജറ ബീവിരും മോണ്ടെ ഇസ്മായിൽ നബിരെ വിട്ടു വന്നതിൽ പിന്നെ രണ്ടാമത്തെ വട്ട മക്കത്തുക്ക് പണ്ട് മോണ്ടെ നോക്കുകയും അതേപോലെ പെഞ്ഞേരെ നോക്കുകയും അങ്ങനെ മക്കത്തുക്ക് പണ്ട് ആ ഒരു സന്ദർഭത്തിലേക്ക് തിക്കര് അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്മായിൽ നബിരെ അറക്കണു ചൊല്ലൊരു കിനാവു ഇബ്രാഹിം നബിക്ക് കാട്ടി കൊടുക്കറേ അല്ലേ? ഇബ്രാഹിം നബിക്ക് കാട്ടി കൊടുക്കറ. അത് സൂറത്തു സ്വാഫാത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത് കാണ്ട്. സൂറത്തു സ്വാഫാത്തിലെ 101 ആയത്തിൽ പിടിച്ചിട്ട് 110 ആയത്തോളം ഞങ്ങൾ ഓതി നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധ്യമാവും. അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്മായിൽ നബിരെ അറക്കണു ചൊല്ലൊരു ആ ഒരു കിനാവു ആർക്ക് കാട്ടി കൊടുക്കറേ? ഇബ്രാഹിം നബിക്ക് കാട്ടി കൊടുക്കറേ. അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ല ഫലമ്മ ബലഗ മഅഹു സഅയ, ആ മോണു തെല്ല് ബെല്ലായാൽ പിന്നെ അബ്ബക്ക് ഹെൽപ്പാക്കുക സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ, അപ്പൊ അബ്ബക്ക് ഹെൽപ്പാക്കുക സ്റ്റാർട്ട് ആക്കിയാൽ പിന്നെ ചൊന്നെങ്കിൽ ഉലമാക്കന്മാർ വിശദീകരിക്കാറ് അപ്പ ഇസ്മായിൽ നബിയുടെ വയസ്സ് 13 വയസ്സായി തിന്ത്. 13 വയസ്സായ ആ മോണ്ടൊട്ടിക ഇബ്രാഹിം നബി എന്തൊരു ചൊല്ലേ? യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. നന്റെ പിർസത്തെ മോനെ, ഇന്നി അറാ ഫിൽ മനാമി, നന്റെ കിനാവുല് നാ നോക്കിയ, അന്നി അദ്ബഹുക നിന്റെ അർക്കുണു ചൊല്ലത്, ഫൻദുർ മാദാ തറ നിന്റെ അഭിപ്രായം എന്തറി? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണ്ടൊട്ടിക അഭിപ്രായ കേക്കറെ, നിന്റെ അഭിപ്രായം എന്തറി? അപ്പൊ മോണ്ട് പൽക്ക നോക്കൂ, ആ മോൻക്ക് എത്ര മാത്രം വലിയ തർബിയത്തെ തിക്കറ് ഇബ്രാഹിം നബിയും അതേപോലെ ഹാജറ ബീവി ഉമ്മ ഹാജറ ബീവി എത്ര നല്ല തർബിയത്തെ തിക്കറ് കൊടുക്കുറേ. ആ ഇസ്മായിൽ നബി മോണായ ഇസ്മായിൽ നബി അബ്ബറൊട്ടിക ചൊല്ലറേ എന്തൊരു ചൊല്ലറേ? ഫഫ്അൽ മാ തുഅ്മർ. അബ്ബ അള്ളാഹു നിങ്ങളുടെ എന്തൊരു കൽപ്പന ആക്കിറാ അത് നിങ്ങൾ ആക്കും. അള്ളാഹു എന്തൊരു നിങ്ങളുടെ ഓർഡർ ആക്കിറാ അത് നിങ്ങൾ ആക്കും. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഇൻഷാ അല്ലാഹ് പരലോകത്ത് നമുക്ക് സ്വാബിരീങ്ങളെ കൂട്ടത്തിൽ കണ്ടുമുട്ട അബ്ബ നിങ്ങൾ ആക്കൊരു ചൊന്തൈ തിക്കറ് ഇസ്മായിൽ നബി അബ്ബറൊട്ടിക്ക് ചൊല്ലു. അപ്പൊ നോക്കൂ, ഇവിടെ ഇത് വിശദീകരിക്കുന്നോടെ ഉലമാക്കന്മാർ ചൊല്றாரு ഒരു മക്കൾക്ക് തർബിയത്ത് എങ്ങനെ കൊടുക്കണു ചൊല്ലത്? ഇബ്രാഹിം നബിൽ മാതൃയുണ്ട് നമുക്ക്, ഇബ്രാഹിം നബില് നമുക്ക് ഒരു റോൾ മോഡൽ ഉണ്ട്. മക്കളെ എങ്ങനെ ബൽത്തണു, ഏത് രൂപത്തിൽ ബൽത്തണു, അള്ളാഹുരെ പേടി മനസ്സിൽ ഇട്ട് കൊടുക്കണു മക്കളെ. സാധാരണ ഒരു മക്ക എന്തേ ഒരു തപ്പാക്കിണ്ടായി ഞങ്ങൾ ചൊല്ലറ പൽക്കെതിരെ നാ നോക്കിയോല്ല അങ്ങനെ അല്ല നേരിട്ട് അങ്ങനെ അല്ല ചൊല്ലണായി. പിന്നെ അള്ളാഹു നോക്കിയോ ഉണ്ടു, അള്ളാഹു കണ്ടു ഉണ്ടു, അള്ളാഹു അറിഞ്ഞു ഉണ്ടു. അങ്ങനെ അള്ളാഹുരെ പേടിയായി തിക്കറ് ഞങ്ങൾ എന്താക്കണായി? മക്കളെ മനസ്സിൽ ഇട്ട് കൊടുക്കണായി. അല്ലാണ്ട് നാ നോക്കിയോല്ല, നാണാക്കിற, നാണടിക്കിற, നാണിതാക്കിറട്ടല്ല. അങ്ങനെ എത്രത്തോളം ഞങ്ങൾ ചൊല്ലറമ അത്രത്തോളം മക്ക ഞങ്ങളെ പേടിക്കുവാർ. ഞങ്ങളില്ലാത്ത സന്ദർഭത്തിൽ അങ്ങ് തപ്പാക്കുവാർ. അള്ളാഹുരെ പേടി മനസ്സിൽ ഇട്ട് കൊടുത്തിട്ടായെങ്കിൽ ഏത് ജാഗലും ആറില്ലാത്ത സന്ദർഭത്തിലും ആ മക്ക അള്ളാഹുരെ പേടിക്കിற മക്കായിട്ട് തീരാർ. അപ്പൊ അത് കഴിത്ത് മക്കളെ വളർത്തുന്നവിടെ ഞങ്ങൾ ജാഗ്രതാക്കണായ ഒരു കാര്യത്തിക്കറ് അള്ളാഹുരെ പേടി മനസ്സിൽ ഇട്ട് കൊടുക്കണു ചൊല്ലത്. അങ്ങനത്തെ അള്ളാഹുരെ ബോധ അള്ളാഹുരെ പേടി ഇസ്മായിൽ നബിയുടെ മനസ്സിൽ ഇട്ട് കൊടുത്ത സബലത്തിക്കറ് ഇസ്മായിൽ നബി അബ്ബറൊട്ടിക്ക് ചൊല്ലറേ ഫഫ്അൽ മാ തുഅ്മർ. അള്ളാഹു എന്തൊരു നിങ്ങളുടെ ഓർഡർ ആക്കിറ അത് നിങ്ങൾ ആക്കറും. അള്ളാഹുരെ മുട്ട നമുക്ക് സ്വാബിരീങ്ങളെ കൂട്ടത്തിൽ കണ്ടുമുട്ട അബ്ബ ചൊന്തൈ തിക്കറ് ഇബ്രാഹിം നബിയൊട്ടിಗೆ ആ മോന് ചൊല്ലറേ അല്ലേ? അപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ അവര് ആ അർക്കു റെഡി ആവര്. ഇവിടെ ഞങ്ങൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കൂല. പിന്നെ ഒരു വിഷയ നബിമാരുടെ കിനാവു അത് വഹീര ഒരു ഭാഗത്തിക്കറ് അല്ലേ? നബിമാർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല കിനാവു കാട്ടി കൊടുക്കരുത്, അത് വഹീര ഒരു ഭാഗത്തിക്കറ്. 7 രൂപത്തിൽ വഹി നബിമാർക്ക് പണ്ട്. അതിൽ ഒരു രൂപ എത്തിക്കറ് എന്തേ? കിനാവു കാട്ടിട്ട് എന്താക്കറേ അള്ളാഹുരെ വഹി കൊടുക്കുറേ. അത് നബിമാർക്ക് മാത്രം പ്രത്യേകത ഉള്ളേ, വേറെ ഒരാൾക്കും അങ്ങനത്തെ പ്രത്യേകത ഇല്ല, ഔലിയാക്കന്മാർക്കില്ല. ബാക്കിന്നെ ഏത് എത്ര വലിയ ഹോജായെങ്കും എത്ര വലിയ തങ്ങായെങ്കും കിനാവു ഇസ്ലാമിൽ ഒരു ദലീലല്ല.
നബിമാരുടെ കിനാവ് മാത്രമേ ഇസ്ലാമിൽ ദലീൽ ചൊല്ലത് നാം മനസ്സിലാക്കൂ. കാരണം എന്തേ? നബിമാരുടെ കൽബ് വർന്നില്ല ചൊല്ലത് ഏറ്റിക്കർ. നബിമാരുടെ കണ്ണു പറഞ്ഞിട്ടായെങ്കും അങ്ങനെ കൽബ് വർന്നില്ല. ഇവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാമന്തെ നിസ്കാരയിട്ട് വിത്തർ നിസ്കരിക്കരേക്കും മുന്നോല് തെല്ല് വറങ്ങിയപ്പ ആയിഷ റളിയല്ലാഹു അൻഹ നബിരോട്ടി കേക്കുറ്, നബിയെ നിങ്ങ വിത്തർ നിസ്കരിക്കാണ്ട് വറങ്ങുരമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലൊരു പൽക്കൊണ്ടു, ഞങ്ങള് കണ്ണു വറങ്ങിയെങ്കും ഞങ്ങളെ കൽബ് വറങ്ങില്ലാണ്ട് എത്തിക്കർ. അപ്പൊ നോക്കൂ, നബിമാരുടെ കൽബ് വറങ്ങില്ല ചൊല്ലത് കൈത്തിക്കർ. നബിമാർക്ക് കിനാവ് കണ്ടത് അത് എന്തേ വഹീരെ ഭാഗത്തിക്കർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ക് വഹീ കൊടുക്കറേ. അങ്ങനെ കിനാവ് ബെടുക്ക് കിനാവ് ഇല്ല. നബിമാർക്ക് കാണ്ടി കിനാവ് ബെടുക്കല്ല, അള്ളാഹു വഹീരെ ഒരു ഭാഗത്തിക്ക്. ഈ ഒരു വിശേഷണ വേറെ ഒരാൾക്കും ഇല്ല ചൊല്ലാൻ നാം മനസ്സിലാക്കുന്നു. ഇന്ന് കുറേ ആൾമാരല്ല ഇസ്ലാമിലെ ഒരു ദലീൽ ഇല്ലാണ്ടാക്കും. ഇസ്ലാമിൽ നിന്ന് എന്തെല്ലാം ചേഞ്ചസ് കൊമ്പറകു നക്ക് അങ്ങനത്തെ കിനാവ് കണ്ടു ഇങ്ങനത്തെ കിനാവ് കണ്ടിട്ടല്ല ചൊന്തു കൊറിയ കിനാവറെ കാലി സ്പീച്ച് ആക്രങ്ങ എത്ര ആളുള്ളാർ അല്ലേ? എന്തൊരു ഗത്തികേട് ആ കേക്രങ്ങൾ, എന്തൊരു ഗത്തികേട്. അങ്ങനെ കിനാവ് കേക്രങ്ങുള്ളാറല്ലേ? അങ്ങനെ ഒരു ഗത്തികേട് ഞങ്ങൾ ആലോചനാക്കി നോക്കൂ. അപ്പൊ ആ ഇസ്ലാമില് വേറെ ഒരാളെ കിനാവ് എന്തല്ല, ഇസ്ലാമില് ഇല്ലാത്ത ഒരു നിയമത്തെ ഉണ്ടാക്കുക അല്ലെ ഇന്ന നിയമത്തെ ഇല്ലാണ്ടാക്കുക അതൊരു ദലീലല്ല. മാത്ര നല്ല കിനാവ് കാണ്ട് അതെന്തര്? അത് സന്തോഷ വാർത്ത എത്തിക്കർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പക്കൽ നിന്നുള്ളേ ഒരു സന്തോഷ വാർത്ത ആയിട്ട് മാത്രമേ ഞങ്ങൾ അതിൽ എന്താക്കുന്നു വിചാരിക്കും. അപ്പൊ ഏതായെങ്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇട്ട് കൊടുത്തു. എന്തേ? ഇസ്മായിൽ നബിരെ മോന്റെ അറക്കണു ചൊല്ലൊരു വഹി ഇട്ട് കൊടുത്തു. അങ്ങനെ മോണ്ടൊട്ടിಗೆ അഭിപ്രായം കേട്ടപ്പ മോണു അതേ അർക്കറും ചൊന്തു അവിടെ എന്താക്കറ് സമ്മതിക്കർ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണ്ടൊരു കൂട്ടിയോണ്ടേ പോണ്ടേ. അങ്ങനെ അർക്കുക്ക് വേണ്ടിട്ട് കൂട്ടിയോ പോണ്ടേ. ആ ഒരു സന്ദർഭത്തില് ഇസ്മായിൽ നബി അബ്ബറൊട്ടിಗೆ ചമ്മ വിഷയല്ല ചൊല്ലറ്. എന്തേ? അബ്ബ നീ അർക്കുമ്പത്തുക്ക് നന്റെ കൈക്കാലിലെ കെട്ടിവയ്ക്കൊരു, അതേപോലെ നന്റെ മുഖത്തെ വലൈക്കുമുസ്സലാം നന്റെ മുഖത്തെ നിങ്ങൾ കീഴാക്കി വയ്ക്കൊരു, മേലാക്കണ്ട. എവിടെ ഞങ്ങളെ കണ്ണ് നോക്കുമ്പോഴത്തേക്ക് എവിടെ പിർസ വന്നു പോവാ. ഇതല്ല ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണേണ്ടതായ ഒരു സംഭവം എത്തിക്കും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണ്ട അർക്കുള്ള എല്ലാ റെഡിയായ സന്ദർഭം എല്ലാം റെഡിയായിരുന്നു. നോക്കൂ, അള്ളാഹുടെ കൽപ്പന സ്വീകരിക്കുന്നവിടെ തെല്ലും പെറുജാറാണ്ടെ. ഇബ്രാഹിം നബിക്ക് ആ കിടാവ് കിട്ടിയത് എത്രമാ വർഷത്തിൽ പിന്നെ അതിൽ പിന്നെ കിട്ടിയത് ആ കിടാവൊട്ടിಗೆ നല്ല പിർസമിന്ത് ആയെങ്കും അള്ളാഹുടെ കൽപ്പന മാനിച്ചിട്ട് അള്ളാഹുടെ കൽപ്പനക്ക് ബഗ്ഗിട്ട് ഇബ്രാഹിം നബി ആ മോണ്ട അർക്കുക എല്ലാം റെഡിയാവറെ. കത്തി സമയത്ത് കൽത്തുക്ക് വയ്ക്കര്. അങ്ങനെ കൽത്തുക്ക് വയ്ക്കുന്ന സന്ദർഭത്തിലെത്തിക്കര്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലറ്. എല്ലാം റെഡി ആയിട്ട് അതേ മുണ്ടത്തെ അവിടെ നെൽത്തുക്ക് വെച്ചിട്ട് കറ്റും റെഡി ആയിട്ട് കൽത്തുക്ക് വെച്ചിട്ടാകുമ്പോഴത്തേക്ക് എത്തിക്കര്. വനാദൈനാഹു അയ്യ ഇബ്രാഹിം അവിടെ നാ ബിൽച്ച യ ഇബ്രാഹിം ഇബ്രാഹിം ചൊന്തു നാ പെറോൾ ബിൽച്ച ഖദ് സദ്ദഖ്ത റുയ നിന്റെ കിനാവറെ നീ ഇതാ സത്യപ്പെടുത്തിയ. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ ഇങ്ങനെ എത്തിക്കര് ഇഹ്സാനാക്കറങ്ക് നാ പ്രതിഫല കൊടുക്കരേ. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണ തിന്ത് ഒരു ടെസ്റ്റ് തിന്ത്. വഫദൈനാഹു ബിദിബ്ഹിൻ അദീം ഇതാ അതുക്ക് ബദലായിട്ട് വേറെ ഒരു മൃഗത്തെ നീ അർക്ക് ചൊന്തു. വേറെ മൃഗത്തെ അതായത് ഒരു ആടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് അവിടെ കൊടുക്കുറതെത്തിക്കര് നമുക്ക് ചരിത്രത്തിൽ കാണ്ടി അല്ലേ? അപ്പൊ നോക്കൊരു മോണ്ട അറക്കരെ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചിട്ട് ചൊന്തു, മയൗ നിന്റെ ടെസ്റ്റിൽ നീ പാസ്സായ, നിന്റെ കിനാവ് നീ സത്യപ്പെടുത്തിയ, ഇതാ അതുക്ക് ബദലായിട്ട് ഇതാ ഈ ആർഡർ നീ അറിയിച്ചൊന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് എന്താക്കരെ ആർഡർ കൊടുക്കറേ. അങ്ങനെ എത്തിക്കര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അണ്ട് ആർഡർ അർത്തരെ. അത് ദുൽഹിജ്ജ തിങ്കളറെ 10ാമത്തെ നാള് യൗമുൻ നഹ്റിന്റെ നാളെ തിന്ത് അത് മിനൽ വെച്ചിട്ട് തിന്ത് ചൊന്ത എത്തിക്കര് ഉലമാക്കന്മാർ വിശദീകരിക്കരേ. അങ്ങനെ എത്തിക്കര് ഇണ്ടും ഹാജിമാർ ആ യൗമുൻ നഹ്റിന്റെ നാളില് അവിടെ ഹദിയ കൊടുക്കുന്നതും അതേപോലെ റായത്തിനങ്ങ ഉലൂഹിയത്ത് കൊടുക്കുന്നതും അതിലെ ഒരു ഭാഗം എത്തിക്കര് ചൊന്തു ഉലമാക്കന്മാർ വിശദീകരിക്കുക. അപ്പൊ അത് കഴിച്ച് ഇബ്രാഹിം നബി ആ ഒരു ത്യാഗപൂർണമായ ആ പരീക്ഷണത്തെ വിജയിച്ച് ആ ഒരു അവസ്ഥ ആ ഒരു ഇഖ്ലാസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്തിക്കുന്നു. ഇണ്ടും ഞങ്ങൾ ഉലൂഹിയത്ത് കൊടുക്കണായി. ഇണ്ട് സാധാരണ ആൾമാർ ഉലൂഹിയത്ത് കൊടുക്കുന്നങ്ങനെ ഇതൊരു ബാധ്യതല്ലേ, ഇതൊരു ആക്കിಬಿಡ್ರದല്ലേ, ഒന്ന് ആക്കിಬಿಡಪ್ಪರ ചൊന്ത് എന്താക്കാറ് അതിലൊരു ഇഖ്ലാസ
അതൊരു നല്ല നീയത്ത ഇല്ലാണ്ട് അങ്ങനെ ആക്കി പോണ്ടെങ്കുള്ളാറ് അങ്ങനെ ആവും തീര ഞങ്ങൾ ആയത്തര അള്ളാഹുര മാർഗത്തില് எல்லா தாண்டி நல்ல என்று சொன்னீங்க உலமாக்குமார் சொல்றாரு ஒரு ஆர்டர் எடுத்து பல்த்திட்டு പിന്നെ അതിൽ അർക്കം വൈത്തിക്കറ് അതിലെ ഒരു ത്യാഗം അതിലെ ഒരു ആ നൊമ്പലം നമുക്ക് കിട്ടറ് അപ്പൊ അതേറ്റിക്കറ് എല്ലാ തന്റെ കയറ് ഇനി അതൊക്കെ സാധ്യമില്ലാണ്ടെങ്കിൽ ഒരാൾക്ക് എന്താക്കാം ആർഡർ അറുത്തിട്ട് അല്ലെങ്കിൽ ഒരു പൈര അറുത്തിട്ട് നമുക്ക് കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല മാത്രമാ എല്ലാ തന്റെ കയറ് എന്ന് சொன்னீங்க അവിടെ ആ അറക്കിற സന്ദർഭത്തിൽ ഞങ്ങൾ അവിടിക്കരുതായിട്ടിക്കറ് കുറെ ആൾമാർ അതിലെ കാശ് കൊടുത്തു വിടുறாரு ആരെ അറക്കട്ടെ പറ ബാധ്യത തീർറ് മാത്രമാ ആ ഒരു നല്ലൊരു ഇഖ്ലാസും ആ ഒരു ഞങ്ങളെ തഖ്വ അല്ലാഹുവിനെ മുട്ട എത്ര ചൊല്ലത് ഞങ്ങത് ശ്രദ്ധിക്കുനായ ഒരു കാര്യത്തിക്കറ് പിന്നെ ഞങ്ങൾ ഈ ഇവിടെ ಇದರ സാഹചര്യം എങ്ങനെ എന്ത് അല്ലാഹു നമുക്ക് പിടില്ല മറ്റ റായത്തങ്ങ ഇതെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുനായ ഒരു കാര്യത്തിക്കറ് അപ്പൊ ഏതായെങ്കും അതേറ്റിക്കറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് കിട്ടിയേ പിന്നൊരു വലിയ ഒരു പരീക്ഷണ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുനായ ഒരു കാര്യത്തിക്ക് ഇവിടെ ഈ ചരിത്ര ചൊല്ലറോടെ ഉലമാക്കന്മാർ ഈ അർക്കപ്പെട്ടത് ആറ് ചൊല്ലുന്ന വിഷയത്തിൽ എന്തുണ്ടു തർക്കമുണ്ട് ഇത് ഇസ്മായിൽ നബിയുടെ അർക്കുപൈരമാ അല്ല ഇസ്ഹാഖ് നബിയുടെ അർക്കുപൈരമാ ചൊല്ലുന്ന വിഷയത്തിൽ തർക്കമില്ലേ ഇഖ്തിലാഫുള്ള ഒരു വിഷയത്തിക്ക് കുറെ ഉലമാക്കന്മാർ ചൊല്ലറേ ഇസ്ഹാഖ് നബിയെ തിക്കർ അവിടെ അർക്കപ്പെടുക ഉദ്ദേശിക്കപ്പെട്ടേ ഇസ്ഹാഖ് നബിയൊട്ടിಗೆ തിക്കറ് ഇബ്രാഹിം നബി ആ കിനാവുറെ വിഷയം ചൊല്ലുന്നതും അതേപോലെ അർക്കുക പോണ്ടതല്ല അത് ഇസ്ഹാഖ് നബിയെ തിക്കറ് ആയെങ്ക ಯಾರತ್ತ ಉಲಮಾಕന്മാർ ചൊല്ലുന്നത് ഇസ്മായിൽ നബി ಐತಿക്കറ് കാരണം ദലീലുകൾ മുട്ട ഉള്ളേ ഇസ്മായിൽ നബി ಐತಿക്കറ് കാരണം സൂറത്തു സ്വാഫാത്തിലെ ആ സംഭവ വിശദീകരിച്ചതിൽ പിന്നെ ಐತಿക്കറ് അല്ലാഹു എന്താക്കറ് വബശർനാഹു ബിഇസ്ഹാഖ നബിയ്യൻ മിനസ് സാലിഹീൻ ഇസ്ഹാഖ് ചൊല്ലുற സ്വാലിയായ ഒരു നബിയും ഞാൻ സന്തോഷ വാർത്ത ഇബ്രാഹിം നബിക്ക് കൊടുത്തുരാണ്ട് ചൊല്ലുற അപ്പൊ ഈ സംഭവ വിശദീകരിച്ചതിൽ പിന്നെ അർക്കപ്പെട്ട സംഭവ വിശദീകരിച്ചതിൽ പിന്നെ ಐತಿക്കറ് ഇസ്ഹാഖ് നബിയും ഒരു സന്താനായിട്ട് നാ കൊടുത്തുരാണ്ട് അല്ലാഹു ചൊല്ലുற അപ്പൊ അത് കഴിത്തത് ഇസ്ഹാഖ് നബി പിന്നെ വന്ന നബി ഏറ്റിക്കറി പിന്നെ വന്ന മോണെ ഏറ്റിക്കറ് ഇസ്മായിൽ നബി ഒന്നാമത്തെ മോണായ സബുലു ആ ഇസ്മായിൽ നബി ഏറ്റിക്കറ ആ സംഭവ നടക്കറേ ചൊന്തും ഉലമാക്കന്മാർ എന്താക്കാറ് വിശദീകരിക്കാറ് അപ്പൊ ഇസ്ഹാഖ് നബിയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് ഒരു മോണായിട്ട് എന്താക്കിയ സന്തോഷ വാർത്ത കൊടുത്തുරු ആറുകത് ആറിൽ നിന്നുണ്ടായിരെ സാറിൽ നിന്നുണ്ടായിരെ അല്ലേ സാറ അയിമ ചമ്മ ആശ വെച്ചിട്ട് പ്രഗ്നന്റ് ആവുകൂ അതേപോലെ ഒരു കിടാവ് കിട്ടുക ചമ്മ ആശ വെച്ചിട്ടാകുമ്പോ ലാസ്റ്റ് ഘട്ടത്തിലേറ്റിക്കറ് ഇസ്ഹാഖ് ചൊല്ലുற ആ ഒരു കിടാവ് സാറക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കറേ ആ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹൂദിൽ വിശദീകരിക്കുന്നത് കാണുന്നു അതായത് വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിമ ബിൽ ബുശ്റ അതെ ഒരു സന്തോഷ വാർത്ത ആയിട്ട് ഞങ്ങളെ നബിമാർ ഞങ്ങളെ റസൂലുമാർ അതായത് ഞങ്ങളെ മലക്കുമാർ ഇബ്രാഹിം നബിയുടെ മുട്ട പോയ സന്ദർഭത്തെ നിങ്ങൾ ഓർക്കോറും ഇത് ഫലസ്തീനിൽ നടക്കുന്ന സംഭവത്തിക്കറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലസ്തീനിൽ നിൽക്കുമ്പോൾ ഇക്കറ ആ ഒരു സന്ദർഭത്തിൽ രണ്ട് മലക്കുമാർ മനുഷ്യരൂപത്തില് ഔത്തുകു ബണ്ടാർ ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പൈര അറുത്തിട്ട് അങ്ങനെ എതിർലു അതിൽ ആ പൈര ഇറച്ചിയാക്കിയിട്ട് അതിലെ അണ്ടത്തെ ആ ഫുഡാക്കിയിട്ട് അങ്ങനെ എതിർലു ഉപയോഗിക്കരുത് ഇബ്രാഹിം നബിക്ക് പിടിയില്ല ഇത് മലക്കുമാറുണ്ട് ഇബ്രാഹിം നബി ഒരു ഗസ്റ്റ് വന്നര് ആ ഗസ്റ്റ് പറയുമ്പോ സമയത്ത് ഇബ്രാഹിം നബി ആദരിക്കുന്ന ആ ഒരു സ്റ്റൈൽ നോക്കൂ ഗസ്റ്റ്മാർ വന്നാറ് എവിടെ വന്നര് എങ്ങത്തെ വന്നര് ആറ് എന്തും ഇല്ല ഗസ്റ്റ്മാർ വന്നാറ സീത പോയിട്ട് ഒരു പൈ അറുത്തിട്ട് കോന്ത് അങ്ങനെ എതിർലു ഫുഡ് വെച്ചിട്ട് ചൊല്ലുന്നത് അതൊരു അതിഥിരെ ആദരിച്ച ഒരു ഭാഗത്തിക്കറ് ഇബ്രാഹിം നബിരെ ആ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ സാധ്യമാണ് അല്ലേ അണ്ടത്തെ കാലഘട്ടത്തിൽ വിശ്വാസം അതേപോലെ നല്ല പരസ്പര ഒരു ട്രസ്റ്റിനെസ് അങ്ങനത്തെ ഒരു ഇതിക്കറി ഇപ്പൊ മാത്രം ഇന്നത്തെ കാലത്തിൽ അത് കേൾക്കുന്നേ ആവൂ ഏതായെങ്കിലും ആ ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാട്ടിയ ആ ഒരു സ്വഭാവ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചൊല്ലുന്നതേറ്റിക്കറ് നമുക്ക് കാണണ്ടേ അങ്ങനെ ഇബ്രാഹിം നബി അങ്ങനെ ദുർലു ഫുഡ് വെച്ചപ്പോ ഖാലു സലാമ അങ്ങനെ ഇബ്രാഹിം നബി എന്താക്കിയിട്ട് അങ്ങ് ചൊന്നാറ് സലാം ചൊന്നാറ് അങ്ങനെ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ദുർലു ഒരു ഇറച്ചിയാക്കിയിട്ട് ആ ഇറച്ചിരെ ബേപ്പാട്ടിത്ത് കോന്ത് വെച്ചിട്ട് അങ്ങനെ എത്തിക്കറിച്ചുള്ള ബിഇജ്ലിൻ ഹനീദ് ചെന്നെങ്കിൽ ബേപ്പാട്ടി ഇറച്ചി കോന്ത് അങ്ങനെ ദുർലു വെച്ചിട്ട് അങ്ങനെ ഫലമ്മ റഅ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖീഫ അങ്ങ് ജണ്ടാലും ഇത് തിന്നാണ്ടാവുമ്പത്തു അങ്ങനെ കൈ എത്രയില്ല അങ്ങനെ കൈ പോണ്ടില്ല അത് ആ ഫുഡുക്ക് പോണ്ടില്ല അങ്ങനെ ഫുഡുക്ക് പോണ്ടില്ല ಅಂತಾവുമ്പത്തുಗು ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ഒരു പേടി ಬಂತು
ഖാലു അപ്പങ്ങ ചൊന്നാറ് ലാ തഖഫ് പേടിക്കണ്ട ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കടത്തിയ മലക്കുമാറായിട്ടിക്രാർ ഞങ്ങളെ ഖൗമു ലൂത്തുരെ സമുദായത്തെ നാശാക്കുക വേണ്ടിയിട്ട് അല്ലാഹു എന്താക്കിരെ കടത്തിരെ. അപ്പൊ ഞങ്ങൾ രണ്ട് മലക്കുമാറായിട്ടിക്രാറ്. പിന്നെ അതിനിടയിലൂടെ വന്നത് എന്ത് ചൊന്നെങ്കിൽ വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശർനാഹാ ബിഇസ്ഹാഖം വമിൻ വറാഇ ഇസ്ഹാഖ യഅഖൂബ്. ഞങ്ങളുടെ വന്നത് എന്ത് ചൊന്നെങ്കിൽ ഇസ്ഹാഖ് ചൊല്ற ഒരു കിടാവ് ഒരു സന്താനം നിങ്ങൾക്ക് പെറുകു പോണ്ടു ഒരു സന്താനം നിങ്ങൾക്ക് കിട്ടുക പോണ്ടുള്ള സന്തോഷ വാർത്ത തറുകയിട്ടിക്കർ വന്നരെ. ഇസ്ഹാഖ് മാത്രല്ല ഇസ്ഹാഖിന്റെ പെറോളു യാക്കൂബ് ഒരു പുല്ലും നിങ്ങൾക്ക് ഉണ്ടാവും ചൊന്തൈത്തിക്കര് അവിടെ സന്തോഷ വാർത്ത കൊടുക്കുകയിട്ട് ആ രണ്ട് മലക്കുമാർ ബണ്ടി. അപ്പൊ നോക്കൂടെ രണ്ട് മലക്കുമാർ മനുഷ്യരൂപത്തിൽ വന്നരെ. ഇത് മലക്കിട്ട് ഇബ്രാഹിം നബിക്ക് പിടിയായില്ല, ഇബ്രാഹിം നബിക്ക് ഗൊന്തായില്ല. ഒരു നബിയായ ആളുകൾ അപ്പുറത്തെന്തര നടക്കരെ ഒരു ഗൈബിയായ വിഷയ പിടിയാവില്ല ഗൊന്താവില്ല. അതേറ്റിക്കർ ഇസ്ലാമരെ അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കൂല. ഗൈബറിറവണു അള്ളാഹു മാത്രമായിട്ടിക്കറ. എതിർലുള്ള രണ്ട് മനുഷ്യന്മാര് മലക്കുമാറിന്റെ സമയത്ത് ഇബ്രാഹിം നബിക്ക് പിടിയായില്ല അല്ലേ. അതേപോലെ നൊപ്പടച്ചൊന്ന സംഭവത്തില് അതെ ഇസ്മായിൽ നബി അറക്കണു ചൊന്നപ്പ ഇനി എന്തിനു നടക്കോ പോണ്ടേ ചൊല്ലത് ഇബ്രാഹിം നബിക്ക് പിടിയില്ല. അത് പിടിന്നിരെങ്കിൽ പിന്നെ അതൊരു ത്യാഗമല്ലേ അല്ലേ. അർക്കോ ചൊന്നാൽ പിന്നെ ഇത് പിന്നെ നമുക്ക് ഇനി ഒരു ആട് കിട്ടറ് ആ ആട് അർത്ഥമ്മയോ ഫസ്റ്റ് ഇബ്രാഹിം നബി പിടിന്ന് അതൊരു ത്യാഗമല്ലേ. ഈ ത്യാഗ സമയത്തെ അണ്ടത്തെ നാള് മൊയിലാക്കന്മാർ ചൊല്ലാറ് അല്ലേ. പെരുന്നാളുണ്ട് ഇബ്രാഹിം നബി എന്ത് ത്യാഗ അത് ഇതെല്ലാം നീട്ടി വലിച്ചിട്ടുള്ള ചരിത്രം ചൊല്ലാറ്. അണ്ടത്തെ നാൾ ഒരു തൗഹീദിക്കറങ്ങൾട്ടിയ ചെന്ന എന്തിന് അത് മീറ്റി അപ്പുറത്തേത് കൊന്തിന്നിരെങ്കിൽ പിന്നെ അതൊരു ത്യാഗമല്ലേ അല്ലേ. അപ്പൊ ഇത് എന്തിനാ നമുക്ക് ഇസ്ലാമിൽ പഠിപ്പാട്ടേ. ഇബ്രാഹിം നബിയുടെ ചരിത്രം ഞങ്ങൾ എവിടെ എടുത്തു നോക്കിയെങ്കും ഗൈബ് പിടില്ലാത്തങ്ങൈത്തിക്കറ അമ്പിയാക്കന്മാർ അള്ളാഹുക്ക് മാത്ര പിടിയുള്ളതേറ്റിക്കർ ഗൈബ് ചൊല്ലത് ഞങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്റെ ചരിത്രേറ്റിക്കറ് ഞങ്ങൾക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യമാവും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഇസ്ഹാഖ് ചൊല്ലുற ആ ഒരു കിടാവറും എന്താക്കറ് ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതേപോലെ മൂന്നാമത്തെ പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തുക്ക് പണ്ട് ഫസ്റ്റ് എപ്പോ വന്നത് ഹാജറ ബീവിരം മോണ്ടറും ബുടകയിട്ട് മക്കത്തുക്ക് വന്നത്. രണ്ടാമത്തേത് ഇസ്മായിൽ നബി അർക്കുക വേണ്ടിയിട്ട് ആ സന്ദർഭത്തിൽ വന്നത്. മൂന്നാമത്തെ പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തുക്ക് വേണ്ട ഒരു ചരിത്രമുണ്ട്. അതെന്തര് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബെല്ലിയിട്ട് മങ്ങിലായിൽ പിന്നെ ഇബ്രാഹിം നബി ഓർക്ക മക്കത്തുക്ക് പണ്ട്. അങ്ങനെ മക്കത്തുക്ക് മോണ്ട ഔത്തുക്ക് ബന്തത് അവിടെ ഉൽഗ പെഞ്ഞായിരൊട്ടിಗೆ പൽക്ക ಬರ್ರಿ ഇസ്മായിൽ നബി ഔത്തുലില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശേഷല്ല അറിയത് എങ്ങനുണ്ട് ഏത് എന്ത് എങ്ങനെയുള്ള വിഷയമല്ല അറിയത് സുഖ ദുഃഖല്ല കേട്ടപ്പ പെഞ്ഞായി ഇടീ ദൂരി ഉണ്ടേക്കറി എന്തിരെ ഇവിടെ അവ സമയില്ല അത് സമയില്ല ഫുഡ് സമയില്ല. അതേപോലെ അങ്ങനെ ഒരു എന്തെല്ലാം ദൂരകാവുട ആ എല്ലാ ദൂരലും ആ പെഞ്ഞയുടെ ബായിൽ നിന്ന് ഇബ്രാഹിം നബി കേട്ടിತ್ತು. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഔത്തെ ബുട്ടു പോകുമ്പോഴത്തേക്കു സലാം ചൊന്നേൽ പിന്നെ ഒരു പൽക്ക ചൊന്തു. ഇസ്മായിൽ ಬಂದೇൽ പിന്നെ നീ ഒരു പൽക്ക ചൊല്ലു ഇസ്മായിൽ നബി ರೊಟ್ಟಿಗೆ ಅಂದ್ರೆ ಔತರ ದಾರಂದ ಚೇಂಜ್ ಹಾಕೊಂಡು ಚೊಲ್ಲು. അങ്ങനെ തെല്ലാറ് ಬಿಟ್ಟಿട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഔത്തുക്ക് വന്നപ്പ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് വിഷയ ചൊല്ലു പെഞ്ഞായി ഇങ്ങനെ ഒരാൾ ബന്തിന്ത് ആളാറ് അയാളുടെ വിശേഷൻ എന്ത്. അപ്പൊ അയാളുടെ വിശേഷം അല്ല ചൊന്നപ്പ ഇസ്മായിൽ നബിക്ക് പിടിയിത്ത് ഇതാറ് അബ്ബൈത്തിക്കർ ബന്നര്. അങ്ങനെ എന്തൊരു ചൊന്തു കേട്ടപ്പ അബ്ബ ലാസ്റ്റ് പോകുമ്പോഴത്തേക്ക് ഒരു പൽക്ക ചൊന്തു എന്തൊരു ഔത്ര ದಾರಂದ ചേഞ്ച് ആക്കണം ചൊന്തു. അങ്ങനെ ഇസ്മായിൽ നബിക്ക് അതും പിടിയിത്ത്. അങ്ങനെ ഇസ്മായിൽ നബി ചൊല്ലു ആ ബന്ന ದಾರು നിക്ക് പിടിയുണ്ട നന്റെ അബ്ബൈത്തിക്കർ ഇബ്രാഹിം നബി എത്തിക്കർ ബന്നര്. രണ്ടാമത്തേത് ആ ದಾರಂದ ചേഞ്ച് ആക്കുക ചൊന്നത് എന്തൊരു പിടിയുണ്ട നിന്റെ തലാക്കാക്കുക എത്തിക്കർ ചൊന്നര്. അങ്ങനെ ഇസ്മായിൽ നബി ആ പെണ്ണേരെ തലാക്കാക്കിട്ട് വേറെ ഒരു പെണ്ണരെ മംഗിലാവൃത എത്തിക്കറ് നമുക്ക് ചരിത്രത്തിൽ കാണും. പിന്നെ നാലാമത്തെ പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതേപോലെ മക്കത്തുക്ക് പണ്ട്. അങ്ങനെ ഇതേപോലെ ഖദ്ദർ അല്ലാഹുവിന്റെ ഖദ്ർ പ്രകാര ഇതേപോലത്തെ സംഭവം നടക്കറ്. ഇബ്രാഹിം നബി ഔത്തു ബന്ത് നോക്കുമ്പോ ഇസ്മായിൽ നബിക്കില്ല. അങ്ങനെ പെഞ്ഞയിരൊട്ടിಗೆ പൽക്ക ಬರ್ರಿ സുഖ ദുഃഖ ಎಲ್ಲ കേക്കറ് എന്തൊരു വിശേഷണ ಎಲ್ಲ കേക്കറ്. അപ്പൊ പെഞ്ഞയെല്ലാം നല്ലതേ ചൊല്ലറ്. അൽഹംദുലില്ലാ എല്ലാത്തുക്കും അല്ലാഹുക്ക് സർവസ്തുതി
നല്ലൊരു അവ, നല്ലൊരു മാപ്പിള, നല്ലൊരു വിഷയ, ഇങ്ങനെയെല്ലാം നല്ല മേറ്റിക്കറി ചൊന്നി. അങ്ങനെ പൂണ്ടി നേരത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം ചൊന്തു. പിന്നെ ചൊല്ലു, ഈ ദാരന്തത്തെ ഗട്ടിയാക്കി ബേക്കുക ചൊല്ലു. അങ്ങനെ ഇസ്മായിൽ നബി ഔത്തുക്ക് വന്നപ്പ ഇതേപോലത്തെ വിഷയ ഇസ്മായിൽ നബിയിലൊട്ടിಗೆ ആ പെഞ്ഞായി ചൊല്ലു. അത് ഇങ്ങനെ ഒരാൾ ಬಂದು ತಿಂತು, അയാളുടെ വിശേഷണം എന്തൊരു ഇങ്ങനെ വിശേഷണം, അതും അബ്ബ ഉണ്ട്. അപ്പ ഇസ്മായിൽ നബിക്ക് പിടിയിത്ത്. അങ്ങനെ പോകുമ്പോ എന്തൊരു ചൊന്തു കേട്ടപ്പ ഇസ്മായിൽ നബിരൊട്ടിಗೆ പെഞ്ഞായി ചൊന്തു. അയാൾ പോകുമ്പോ ചൊന്തു ഔത്ര ദാരന്തത്തെ ഗട്ടിയാക്കി ബേക്കുക ചൊന്തു. അങ്ങനെ ഇസ്മായിൽ നബി ചൊല്ലു, അതാറ് ಬಂದ್ರೆ എനിക്ക് പിടിയുണ്ട്, അത് നന്റെ അബ്ബൈത്തിക്കർ ಬಂದು ഇബ്രാഹിം നബി എത്തിക്കർ. ആ ദാരന്തത്തെ ഗട്ടിയാക്കി ബേക്കുക ചൊന്നത്, അത് നിന്റെ ഗട്ടിയാക്കി പിടിക്കുക എത്തിക്കർ ചൊന്നി, നിന്റെ ഓർക്കും തലാക്കാക്കണ്ടാണ്ട് എത്തിക്കർ ചൊന്നി. അങ്ങനെ എത്തിക്കർ ആ സംഭവം നമുക്ക് കാണുക സാധ്യവും. അപ്പൊ ഇതിൽ നോക്കുക, നമുക്ക് പഠിക്കുകയില്ല പാട്ട് എന്തിരെ ഒരു മാപ്പിള പെഞ്ഞേരൊട്ടിಗೆ ഇക്കൊണായ ബന്ധ എന്തിരെ ചൊല്ലാൻ ഞങ്ങൾ മനസ്സിലാക്കും. ഞങ്ങൾ അതറിയണം. മാപ്പിള കഷ്ടബന്തി എന്തിരെ ആക്കി കൊടുത്തെങ്കും അത് നല്ല രീതിയിൽ എടുക്കറെ നല്ലൊരു പെഞ്ഞായിട്ട് ബെല്ലാവണം, നല്ലൊരു പെഞ്ഞായിട്ട് ഇക്കണു, സ്വാലിയായ ഒരു പെഞ്ഞായിട്ട് ഇക്കണു ചൊല്ലുற ഒരു സംഭവ നമുക്ക് ഇതിൽ മനസ്സിലാക്കുക സാധ്യവും. ഇതിൽ പിന്നൊരു വിഷയ ചില ആൾമാർ തപ്പുധാരണാക്കുക. എന്തിരെ അബ്ബ മോണ്ടൊട്ടിಗೆ പെഞ്ഞേര തലാക്കാക്കു ചൊന്നെങ്കിൽ അപ്പമേ തലാക്കാക്കണം, അല്ലെങ്കിൽ അങ്ങനെ അല്ല. ഇതിൽ ആ ഒരു ഉദ്ദേശം ഇതിലില്ല ചൊല്ലുற ദൂലമാക്കന്മാർ എന്താക്കാറ്, വിശദീകരിക്കാർ. അബ്ബ പെഞ്ഞേരെ തലാക്കാക്കണം ചൊന്തു മോണ്ടൊട്ടിಗೆ ചൊന്നെങ്കിൽ അത് രണ്ട് സന്ദർഭിക്കർ. ഒന്നാ പെഞ്ഞൈ ബെടുക്കിക്കറാൽ നല്ലിക്കില്ല, നല്ല സ്വഭാവിക്കില്ല, ആ സന്ദർഭത്തിലുണ്ടായി ഓക്കെ, അതിൽ പ്രോബ്ലം ഇല്ല. അയെങ്കിൽ പെഞ്ഞൈ നല്ലിന്തും ഒരു അബ്ബ പെഞ്ഞൈരെ തലാക്കാക്കു ചൊന്നെങ്കിൽ അപ്പ ആ സന്ദർഭത്തിൽ അത് ആക്കുന്നുണ്ടില്ലാണ്ടായിത്തിക്കറ് ഉലമാക്കന്മാർ അവിടെ വിശദീകരിക്കരുത് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഏതായെങ്കിലും ഈ ഒരു സംഭവം നമുക്ക് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ കാണാൻ സാധ്യം. അതേപോലെ അഞ്ചാമത്തെ പെട്ടവർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കത്തുക്ക് പണ്ട്. അങ്ങനെ മക്കത്തുക്ക് വന്നപ്പ അവിടെ ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കണ്ടുമുട്ടാറ്. അബ്ബറെ കണ്ടപ്പമേ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓടിയ പോയിട്ട് അറുകി പിടിച്ചിട്ട് മുണ്ടത്തുക്ക് മുത്തു കൊടുത്തു. അങ്ങനെ അബ്ബറെ നല്ല ഒരു രീതിയിൽ ആദരിച്ചതായിട്ടിക്കറ് നമുക്ക് കാണാൻ സാധ്യവും. അങ്ങനെ അബ്ബ ബന്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് ചൊല്ലു, ഇന്നല്ലാഹ അമറനി ബി അംറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നൊട്ടിಗೆ ഒരു ഓർഡർ ആക്കിര, ഒരു കൽപ്പന ആക്കിര. അപ്പൊ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലേ, ഫസ്ന മാ അമറക ബി റബ്ബിക് ഫസ്ന മാ അമറക ബിഹി റബ്ബക്. അബ്ബ നിങ്ങളെ റബ്ബി എന്തിനും നിങ്ങളൊട്ടിಗೆ ചൊന്നറ അത് നിങ്ങാക്കോ. അപ്പൊ നോക്കൂ, റൂഡ് രണ്ടാമത്തെ വട്ടം ഇസ്മായിൽ നബി ചൊല്ലുന്നേ അള്ളാഹു എന്തൊരു ഓർഡർ ആക്കിറ അത് നിങ്ങാക്കോ. ഫസ്റ്റ് അറക്കുക ചെന്നപ്പം ഇതേ പൽക്കൈത്തിക്കറി ചൊന്നരെ അല്ലേ, അള്ളാഹു ഒരു ഓർഡറെ നിങ്ങ സ്വീകരിക്കോ, നിങ്ങ ആക്കോ. ഈ സന്ദർഭത്തിലും അതേപോലെ ഇട്ടിക്കറി ഇസ്മായിൽ നബി ചൊല്ലറേ അള്ളാഹു നിങ്ങളുടെ എന്തൊരു ചൊന്നറ അത് നിങ്ങ ആക്കോ. അങ്ങനെ ഇബ്രാഹിം നബി ചൊല്ല, അത്തൊഴീനൂനനി, നീ നിന്റെ ഹെൽപ്പ് ആക്കരെ, നീ നിന്റെ സഹായ ആക്കരെ. അപ്പൊ ഇസ്മായിൽ നബി ചൊല്ലി, ഒഴീനുക്ക്, ಖಂಡಿತವಾಯ್ತು ನಾನು ನಿಮಗೆ ಹೆಲ್ಪ್ ಹಾಕ್ರೆ. ಅಪ್ಪ ಎಂದ್ರ ವಿಷಯ, ಇನ್ನಲ್ಲಾಹ ಅಮರನಿ ಅನ್ ಅಬ್ನಿಯ ಹಾಉನಾ ಬೈತನ್, ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ನನ್ನೊಟ್ಟಿಗೆ ಆರ್ಡರ್ ಹಾಕಿರು ಊಡ ಒಂದು ಎಂದ್ರ ಹಾಕೋಗು, ಪಲ್ಲಿ ಹಾಕೋ, ಒಂದು ಮಸ್ಜಿದ್ ಹಾಕೋ, ಅಲ್ಲೇ ಕಾಬ ಹಾಕೋಗು. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ನನ್ನೊಟ್ಟಿಗೆ ಆರ್ಡರ್ ಹಾಕಿರು, ಅದಕ್ಕೆ ನೀ ಹೆಲ್ಪ್ ಹಾಕೊಂಡು ಚೊಂತ ತಿಕ್ಕರು. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മോണ്ടിട്ട് ചൊല്ലു. അങ്ങനെ അബ്ബം മൂന്ന് കൂടിയിട്ട് ഇട്ടിക്കറ് ആ കഅബ ഉണ്ടാക്കറ്, കഅബ അണ്ട് കെട്ടറ് അല്ലേ. അബ്ബ ഒരു കല്ലറ് മേൽ നിന്നിട്ട് ഒരു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ല് കോന്ത് കൊടുക്കറു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്ലറ് മേൽ നിന്നിട്ട് ആ കല്ലറെ കോന്നു കൊടുത്തതായ കല്ലറെ ഒന്നൊന്നിങ്ങനെ കെട്ടിട്ട് അങ്ങനെ തിക്കറ ബെല്ല ഒരു കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കറ്. ആ കല്ലറ് മേൽ നിന്റെ കാലിലച്ചൈ തിക്കറ് ഇണ്ടും ഞങ്ങൾ അവിടെ കാണ്ട്. മഖാം ഇബ്രാഹിം ചൊല്ലെ ആ ഒരു ഗ്ലാസ് ഉൽഗത്തിൽ ഞങ്ങൾക്ക് അവിടെ കാണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അണ്ട് ഒരു കല്ലറ് മേൽ നിന്റെ കാലിലെ അച്ചൈ തിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തിക്കറ്. അതേപോലെ ഇബ്രാഹിം നബിയ ഫസ്റ്റ് കാബ കെട്ടിര് അല്ല, അതുക്ക് മുതലേ കാബ ഇന്ത ചൊല്ലുற വിഷയത്തില് അഭിപ്രായ വ്യത്യാസം. ആയെങ്ക കുറെ ഉലമാക്കന്മാർ ഫസ്റ്റിಗೆ കാബ ഇന്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടിയത്, പിന്നെ അത് ഒടിഞ്ഞിട്ട് അതിൽ പിന്നെ തിക്കറ് ഇബ്രാഹിം നബിയൊട്ടിಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഒരു കാബ കെട്ടുകയിട്ട് ചൊല്ലറേ. അതല്ല ഇബ്രാഹിം നബിയെ തിക്കറ് ഫസ്റ്റിಗೆ എന്താക്കരെ കാബ കെട്ടിരേ ചൊന്തും അങ്ങനെ അഭിപ്രായപ്പെട്ടത് നമുക്ക് കാണാൻ സാധ്യത. വല്ലാഹു ആലം, ആ ചരിത്രം എന്തേ ചൊല്ലത് നമുക്ക് പിടില്ല. വല്ലാഹു ആലം, ഇബ്രാഹിം നബി കെട്ടിയതായിട്ട് കോമയോ അതല്ല അതുക്ക് മുന്നിൽ ഇന്നതായിട്ട് കോമയോ. അപ്പൊ
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കാബ കെട്ടിയത് ഉണ്ട് അതേപോലെ ഉണ്ടാ ഇല്ല അല്ലേ? അതിൽ പിന്നെ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ കാബ ഒടിഞ്ഞിര് ബെല്ലബന്ത് അതേപോലെ കൊറിയ അവിടെ എന്താ ആ കാബ തെല്ല് ബെടുക്കായപ്പ അണ്ടത്തെ കാലത്തിൽ മക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പൊ 35 വയസ്സ് നബിക്ക് നുബുവത്ത് കിട്ടിയ 5 വർഷം മുന്നോളം എത്തിക്കരുത് മക്കത്തെ കുറേശിമാർ തീർമാനാക്കറാർ ഞങ്ങൾ ഈ കാബറെ എന്താക്കണു വാപ്പാസ് സമാക്കണു ഇതിരെ കെട്ടോണു ഞങ്ങൾ. അപ്പൊ എങ്ങനെ കെട്ടേ? വടിച്ചിട്ട് കെട്ടറമ അല്ല ഉള്ളതിരമേ അഡ്ജസ്റ്റ് ആക്കിയിട്ട് കെട്ടറമ? യാറത്തങ്ങ ചൊന്ന ഉള്ളതിരം ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കി കെട്ട വടിച്ചു കെട്ടിയെങ്ക ആവലെ വടിക്കരുത് അങ്ങ് പേടിയായിട്ട് ഞങ്ങൾ വടിക്കില്ല ആരും വടിക്കില്ല ചൊന്നാർ. അപ്പൊ കുറെ ആൾമാർ ചൊന്നാർ വടിച്ചു കെട്ടിയെങ്കല്ലേ ഹൈറ് അതെന്താ ഒരു ഗട്ടി നിക്കറ് അത് ഉള്ളതിരമേ അഡ്ജസ്റ്റ് ആക്കി കെട്ടിയെങ്കിൽ അത് പിന്നും വടിയോഗു സാധ്യതയുണ്ട്. അപ്പൊ വടിച്ചു കെട്ടരുതേറ്റേക്കറ് ഹൈറ് മാത്രമാ ആർക്കും വടിക്കുക റെഡി ഇല്ല വടിക്കുക പേടി. എന്തേ കാരണം കൊറിയ നാൾ മുതലു കൊറിയ ടൈം മുതലു ഒരു സംഭവം നടന്നത് അബ്രഹത്തിന്റെ സംഭവം കാബ വടിക്കുക വന്നപ്പ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നാശാക്കിയ സംഭവം അങ്ങ് കണ്ണാരെ കണ്ടതേറ്റിക്കറ്. അപ്പൊ അത് കഴിട്ട് അങ്ങ് വടിക്കുക പേടി. അങ്ങനെ ലാസ്റ്റ് വടിക്കുക എതിരായിട്ട് വന്നാറ് വലീദ് ഇബ്നു മുഗീറയ്ക്ക് ഒരു പിക്കാസ് വന്ന എന്താക്കിയ ആ കാബര ഒരു ഭാഗ വടിച്ചെടുത്തതിൽ പിന്നെ അങ്ങ് പിന്നും വടിക്കുക പേടിയവർ അങ്ങ് ചൊന്നാറ് ഈ വലീദ് ഇബ്നു മുഗീറക്ക് 4 സുബൈത്തോളും ഞങ്ങൾ കാക്ക എന്തും ആയില്ലാണ്ടായെങ്കിൽ ഞങ്ങൾ പിന്നെ കണ്ടിന്യൂ ആക്കുക അവനിക്ക് എന്തേ ഒന്ന് സംഭവിക്കുന്നുണ്ടായും പിന്നെ ഞങ്ങൾ വടിക്കരേ വേണ്ട. അങ്ങനെ പിറ്റാണ്ട് സുബൈ ആയപ്പോൾ വലീദ് ഇബ്നു മുഗീറ നല്ല ആരോഗ്യത്തിലും എന്തോ ഒരു പ്രോബ്ലം ഇല്ലാണ്ടായിട്ട് അങ്ങ് കണ്ടപ്പ അങ്ങനെ പിന്നെ അങ്ങ് എന്താക്കിയാറ് അതിരെ വടിച്ചാറ്. ആ വടിച്ചിട്ട് പിന്നെ അങ്ങ് എന്താക്കിയാറ് കാബ വാപ്പസ് കെട്ടിയപ്പ അവിടെ എന്തായിട്ട് അങ്ങനെ കയ്യിൽ കാസ് കൊറുടിയായ സബലു ഇബ്രാഹിം നബി കെട്ടിയ അത്ര വലിയ ഭാഗം അങ്ങ് കെട്ടുകയില്ല. അങ്ങ് അവിടേക്ക് ശരിയാക്കിയിട്ട് ഇബ്രാഹിം നബി കെട്ടിയ ഭാഗത്തേക്ക് ഒരു അടയാളം വെച്ചാറ്. அதை இட்டுக்கிறது அங்க இந்த ஹிஜ்ர் இஸ்மாயில் சொந்த அறியப்படுற ആ ഒരു ജാഗ ചൊല്ലുന്നത് നാം മനസ്സിലാക്കും. അപ്പൊ ഏതായെങ്കും ഇതേറ്റിക്കറ് ആ കാബറെ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബ കെട്ടിവയ്ക്കുന്ന സന്ദർഭത്തില് وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി കാബ കെട്ടിവയ്ക്കുന്ന സന്ദർഭത്തിലെ അള്ളാഹുവിനോട് അങ്ങ് ദുആർന്നാർ, അള്ളാഹുവേ ഇത് നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്ക് റബ്ബേ. ഇതിനെ വിശദീകരിച്ച് തുലമാക്കന്മാർ ചൊല്ലാർ ഏതൊരു അമൽ ആക്കുമെങ്കിൽ അള്ളാഹുടെ കൽപ്പന ആയിട്ടേ ഞങ്ങൾ അമൽ ആക്കറേ, അള്ളാഹുടെ കൽപ്പന കൊണ്ടിട്ടേ ഞങ്ങൾ ഇബാദത്ത് ആക്കറേ. മാത്രം അത് സ്വീകരിക്കുകയും ಅದರೊಟ್ಟಿಗೆ ഞങ്ങൾ ദുആർക്കണം അള്ളാഹുരൊട്ടിಗೆ അള്ളാഹു ഞങ്ങൾ ഈ ഇബാദത്ത് കബൂലാക്കുക വേണ്ടി ഞങ്ങൾ ദുആർക്കണം. അതിലൊരു മാതിരി ഇബ്രാഹിം നബിയിൽ ഈ ഒരു മാതിരി ഞങ്ങൾക്ക് കാണാൻ സാധ്യ അവർ ചൊല്ലതേറ്റിക്ക്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ചരിത്രത്തിൽ കാണ്ട പിന്നൊരു സംഭവം ഇത്തിക്കറ്. ഇബ്രാഹിം നബി അള്ളാഹുരൊട്ടിಗೆ കേക്കറേ, അള്ളാഹു നീ എങ്ങനെ മർച്ചങ്ങളെ ജീമാക്കറേ ചൊല്ല്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു വിശദീകരിക്കുന്നു, വഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. അള്ളാഹു നീ മർച്ചങ്ങളെ എങ്ങനെ ജീമാക്കറേ. ഇവിടെ മർച്ചങ്ങളെ എങ്ങനെ ജീമാക്കറേ ചൊന്ന് ഇബ്രാഹിം നബി ഒരു ഡൗട്ടിൽ കേട്ടറല്ല. ഇബ്രാഹിം നബിക്ക് യക്കീനുണ്ടു അള്ളാഹു മർച്ചങ്ങളെ ജീമാക്കറ ചൊല്ലത് അതൊരു യക്കീനൈത്തിക്കറ്, അതൊരു ദൃഢത്തെ ഉള്ള വിശ്വാസൈത്തിക്കറ്. മാത്രം അത് എങ്ങനെ ചൊന്ത് കണ്ണാരെ നോക്കണിന്ത് ഇബ്രാഹിം നബി കണ്ണാരെ കാണണിന്ത്. അതായത് ഉലമാക്കന്മാർ വിശദീകരിക്കണം ചൊന്ന് ഇൽമുൽ യക്കീൻറെ ഐനുൽ യക്കീൻ അല്ലെ. ഇൽമുൽ യക്കീൻ യക്കീനായ ഒരു ഇൽമിന്ത് മാത്രമാ കണ്ണാരെ കണ്ടിട്ടുള്ള ഒരു യക്കീനിക്കറ്. ആ ഒരു യക്കീന് കിട്ടുകയിട്ടിക്കറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താക്കറേ നീ എങ്ങനെ മർച്ചങ്ങളെ ജീമാക്കറേ ചൊന്തു കേക്കറേ. അല്ലാണ്ട് സത്യനിഷേധിമാർ നിഷേധിച്ച പോലത്തെ ഒരു പൽക്കല്ല അള്ളാഹു മർച്ചങ്ങളെ ജീമാക്കറാം. അതെങ്ങനെ അങ്ങനെ കുറേശ്യമാരും മുഷ്രിക്കുമാരും അതേപോലെ കാഫിർമാർ കേക്കറ. ആ ഒരു സ്റ്റൈലിലല്ല ഇബ്രാഹിം നബി കേട്ടറേ. അതെ ഇബ്രാഹിം നബിക്ക് അത് കണ്ണാരെ കാണുന്നിന്ത് അങ്ങനെ എത്തിക്കറേ. ഇബ്രാഹിം നബി എന്താക്കറേ മർച്ചങ്ങളെ എങ്ങനെ നീ ജീമാക്കറേ ചൊന്ത് കേക്കറ. അപ്പൊ ഇബ്രാഹിം നബി റൊട്ടി അള്ളാഹു കേക്കറ, അവലം തുഅ്മിൻ നിനക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഇബ്രാഹിം നബി ചൊല്ലറേ അതെ എനിക്ക് വിശ്വാസമുണ്ട്. അവലം തുഅ്മിൻ ഖാല ബല വലാകിൻ ലിയത്മഇന്ന ഖൽബി. വിശ്വാസമുണ്ട് മാത്ര ഖൽബുക്ക് ഒരു യക്കീന് കിട്ടുകയിട്ടിക്കറ് ഞാനത് കേക്കറ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബിയോട് ചൊന്തു ഒരു പക്ഷിരെ നീ എടു. ആ പക്ഷിരെ എടുത്തിട്ട് 4 ഭാഗാക്കിയിട്ട് 4 ഗുഡ്ഡരെ മേലിങ്ങനെ വെച്ചുവിടും. പിന്നെ നീ അതിരെ ബിൽച്ചപ്പ അത് നിന്റെ മുട്ട ബണ്ടത് നിക്കത് കാണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അതേപോലെ പക്ഷിരെ എടുത്തിട്ട് 4 ഭാഗാക്കിയിട്ട്
അതിലിങ്ങനെ ബിൽച്ചപ്പ അത് ഒട്ടികായിട്ട് പാരയോ പണ്ടത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണ്ട് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതാപമുള്ളവനും ഹക്കീമായിട്ടുള്ളവനും ചൊന്തു അവിടെ ചൊല്ലുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇത് ഒരു നടന്നതായി ഇബ്രാഹിം നബിയുടെ ജീവനത്തിൽ നടന്നതായി ഒരു സംഭവത്തിക്ക് ഏതായെങ്കിലും ഇബ്രാഹിം നബിയുടെ ജീവന ചരിത്രത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ച് കുറേ ഭാഗത്തിക്ക് ഞങ്ങ ഈ ഒരു ക്ലാസ്സിൽ ചൊന്നി. അപ്പൊ ഇതിൽ നമുക്ക് പഠിക്കുകയില്ല എത്രമാ പാട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ജീവനത്തിൽ. എല്ലാത്തಂಟಿ വലിയ പാട്ട് എന്തരെ ഇബ്രാഹിം നബിയുടെ പ്രബോധന ಐತಿಕ್ അള്ളാഹുರ മാർഗത്തിലേക്ക് ജാവും പോലും കഷ്ടബಂತು ആൾമാരെ ദീനുക്ക് പിൽച്ചത് അത് ഇബ്രാഹിം നബിയുടെ വലിയ ഒരു ത്യാഗ ಐತಿಕ್. രണ്ടാമത്തേത് ഇബ്രാഹിം നബി സ്വന്തം ജീവനത്തെ അള്ളാഹുಗೆ എങ്ങനെ സമർപ്പിച്ചത് എങ്ങനെ ബലിദാന കൊടുത്തത് അത് നമുക്ക് ഇതിൽ കിട്ടുന്ന വലിയ ഒരു പാട്ട് ಐತಿಕ್. അതേപോലെ മൂന്നാമത്തേത് എല്ലാ ടെസ്റ്റിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചത് ചൊല്ലത് ಐತಿಕ್. അതേപോലെ നാലാമത്തേത് അമ്പിയാക്കന്മാർക്ക് ഗൈബ് കൊന്താവില്ല. ഇബ്രാഹിം നബിക്ക് ഗൈബ് കൊന്തയിട്ടില്ല. അള്ളാഹുകല്ലാണ്ടെ ഗൈബിനെ താക്കോല് വേറെ ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ അതേറ്റിക്കറി ഇതിലെല്ലാം നമുക്ക് കിട്ടേ പാട്ട ചൊല്ലാൻ നാം മനസ്സിലാക്കിയിട്ട് ആ പാട്ട് ഉൾക്കൊണ്ടിട്ടു ഞങ്ങളെ ജീവനത്തെ അള്ളാഹുര മാർഗത്തിൽ അള്ളാഹുര മാർഗത്തിൽ ജീവിക്കുക ഞങ്ങ റെഡിയാവണം. അതേപോലെ ദുൽഹിജ്ജ തിങ്ങളുടെ ഈ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് എത്രമാ നമുക്ക് എന്താ കണക്ഷൻ ഉണ്ട് അങ്ങനെ സബലു അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഞങ്ങ ഈ ദുൽഹിജ്ജ ഒന്നാമത്തെ പത്തിൽ ಯಾರು ഇബാദത്താക്കു ಯಾರು അമൽ സ്വാലിഹാത്താക്കു ഞങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യൗമു അറഫര നാളെ നോമ്പു അത് പിടിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അതിന്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചൊന്നേ യുകഫിറുൽ സനത്തൽ മാദിയ ബാക്കിയ വൽ മാദിയ. അതെ ഞങ്ങളെ തപ്പുറെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും അതേപോലെ ഇനി ബണ്ടതായ ഒരു വർഷത്തെ തപ്പും അള്ളാഹു മാഫാക്കി വിടും. അപ്പൊ അത്ര വലിയ പോരിഷവുള്ള നോമ്പൈറ്റിക്കർ അറഫ നോമ്പ് ആ നോമ്പും പിടിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ട്. ഞങ്ങൾക്ക് തപ്പുറെ അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങൾക്ക് മാഫാക്കി തരട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയത്തുൽ ആൽമാർ രോഗത്തെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ട്. ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കട്ട്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.